+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുകയാണ് ഇന്ന്. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ആറ്റം. കഴിഞ്ഞ പാഠത്തില് നമ്മൾ പഠിച്ചു 400 BC മുതലുള്ള ഗ്രീക്ക് ഫിലോസഫേഴ്സ് മുതൽ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത ജോൺ ഡാൽട്ടൺ വരെയുള്ളവർ പറഞ്ഞത് ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ലെന്നാണ്, അല്ലെ? അറ്റോമിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ എന്നാണ്. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ശാസ്ത്രജ്ഞർ നിരവധി ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു. നിരവധി എക്സ്പെരിമെന്റ്സ് അവർ നടത്തി ആറ്റത്തിന്റെ കൂടുതൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ആറ്റത്തില് നിരവധി സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടെത്തി. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ മുതലായ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിലുണ്ട് എന്ന് കണ്ടുപിടിച്ചു ഈ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട്. അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പറയാൻ സാധിക്കും? എന്തുകൊണ്ടാണ് ഇത് ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഡിഫറെന്റ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്? മൂന്നാമത്തെ ഒരു പ്രശ്നമായിരുന്നു എലമെന്റ്സ്, അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? അവയെ എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും? മറ്റൊരു പ്രശ്നമായിരുന്നു ഈ ആറ്റംസ് എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവയുടെ ഒറിജിൻ എവിടെയെന്നാണ്? എന്താണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ നേച്ചർ? ഇതിനെക്കുറിച്ചെല്ലാം നിരവധി ചർച്ചകൾ നടന്നു. ഡാൽട്ടന്റെ അറ്റോമിക് തിയറി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, അല്ലേ? അതിൽ പറയുന്നത് എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ആറ്റംസ് കൊണ്ടാണ് ആര് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? മാറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത് ഇൻഡിവിസിബിൾ ആണ് എന്നും പറഞ്ഞു, അല്ലേ? ഇനി ഒരേ എലമെന്റിന്റെ എല്ലാ ആറ്റംസും സെയിം ആണെന്നും ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റംസ് ഡിഫറെന്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. കൂടാതെ ഈ ആറ്റംസ് ഫിക്സ്ഡ് റേഷ്യോയില് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാകുന്നു നമ്മൾ കണ്ടു. ഇനി ആറ്റംസ് ക്യാൻ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇത്രയും പോസ്റ്റുലേറ്റ് ആണ് ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ നമ്മൾ പഠിച്ചത്. ഡാൽട്ടന്റെ അറ്റോമിക് തിയറി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതുപോലെ അടുത്ത ലോ ഏതാണ്? ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. മൂന്നാമത്തെ ലോ ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ ലോസ് എല്ലാം വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചു? ഡാൽട്ടന്റെ അറ്റോമിക് തിയറിക്ക് സാധിച്ചു. എന്നാൽ പിന്നീട് നടന്ന പരീക്ഷണങ്ങളുടെ പല റിസൾട്ടുകളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിക്ക് സാധിച്ചില്ല. 1830 മൈക്കൽ ഫാരഡെ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ, ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ അവിടെ ആനോഡിലും കാഥോഡിലും മാറ്റർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചു. അതായത് ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എങ്കിൽ അവിടെ ആനോഡില് ക്ലോറിൻ ഡിപ്പോസിറ്റ് ചെയ്യുകയും കാഥോഡില് സോഡിയം ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. എന്നാൽ ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തിയത് ഗ്യാസസിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. അങ്ങനെ ഗ്യാസസിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പൊ ആ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ഡിസ്കവറിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സോ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആദ്യം നമുക്ക് നോക്കാം. 1850 പല ശാസ്ത്രജ്ഞരും, അതിൽ ഫാരഡേയും ഉണ്ട്, പല ശാസ്ത്രജ്ഞരും കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് നടത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ചാർജ് ട്യൂബാണ്, ഇതൊരു ഗ്ലാസ് ട്യൂബാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് ട്യൂബിന്റെ 2 വശങ്ങളിലായിട്ട് 2 മെറ്റൽ ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഇത് കാഥോഡും അത് ആനോഡുമാണ്. ഇനി ഇതിനകത്ത് ഒരു വാക്വം പമ്പ് ഉണ്ട്. വാക്വം പമ്പ് എന്തിനു വേണ്ടിയാണ്? പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഈ ഇലക്ട്രോഡുകൾക്ക് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി, ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ഹൈ വോൾട്ടേജ് സോഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതാണ് ഒരു കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്.
ഇതിനകത്ത് നമ്മൾ ഗ്യാസ് എടുത്തു. ഗ്യാസ് എടുത്ത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഹൈ വോൾട്ടേജ് കൊടുത്തപ്പോൾ ഒന്നും കാണാൻ സാധിച്ചില്ല. നമ്മൾ കൊടുത്ത പ്രഷർ ഏതാണ്? 1 atm ആണ്. അതിന് കാരണം ഗ്യാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാതകങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ പുവർ കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ പ്രഷർ കുറച്ചു. പിന്നീട് പ്രഷർ 0.01 atm ആക്കി. അപ്പോഴും ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. വെറുതെ ഇലക്ട്രോഡുകളിൽ വെറുതെ ഒരു ഗ്ലോ പോലെ മാത്രം കണ്ടു. എന്നാൽ വീണ്ടും പ്രഷർ 0.001 atm ആക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ, വളരെ താഴ്ന്ന പ്രഷറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കറന്റ് ഫ്ലോ ചെയ്യുന്നതായിട്ട് കണ്ടു. അത് ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് കൂടി ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഈ പാർട്ടിക്കിൾസിനെയാണ് ആദ്യമായിട്ട് കാഥോഡ് റേസ് എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചത്. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം കാഥോഡ് ടു ആനോഡ്. കാഥോഡിൽ നിന്ന് തുടങ്ങി ആനോഡില് അത് അവസാനിച്ചു. ഇനി ഇത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതായിരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ആനോഡിനെ പിന്നീട് പെർഫറേറ്റഡ് ആക്കി. പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തു. അപ്പൊ പിന്നീട് നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന പെർഫറേറ്റഡ് കാഥോഡ്, ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തു. അതിനുശേഷം ഈ പോർഷൻ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന്റെ ഈ പോർഷൻ സിങ്ക് സൾഫൈഡ് വെച്ച് കോട്ട് ചെയ്തു. ഈ സിങ്ക് സൾഫൈഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ ആണ്. എന്താണ് ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടിക്കിൾസ് ഈ ഫോസ്ഫോറസെന്റ് മെറ്റീരിയലിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ തിളങ്ങും, ബ്രൈറ്റ് സ്പോട്ടുകളായിട്ട് കാണപ്പെടും. അപ്പൊ കാഥോഡിൽ നിന്ന് സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സിങ്ക് സൾഫൈഡ് വെച്ച് കോട്ട് ചെയ്ത ഈ ബാക്ക് സൈഡിൽ വന്ന് പതിച്ചാൽ അവിടെ എന്തുണ്ടാകും? ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാകും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ആനോഡിനെ പെർഫറേറ്റഡ് ആക്കി ബാക്കിലെ സിങ്ക് സൾഫൈഡ് വെച്ച് കോട്ട് ചെയ്തത്. എന്നിട്ട് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന്റെ ആനോഡിന്റെ ബാക്ക് സൈഡില് സിങ്ക് സൾഫൈഡ് വെച്ച് കോട്ട് ചെയ്ത ഈ പോർഷനില് ബ്രൈറ്റ് സ്പോട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. ഇനി ഈ എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കാഥോഡ് റേസ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? സ്റ്റാർട്ട്സ് ഫ്രം കാഥോഡ് ടു ആനോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കാഥോഡ് റേസ് സ്റ്റാർട്ട്സ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് മേക്ക് ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശം. when strikes on a phosphorescent അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. ഫ്ലൂറസെൻസ് ഉണ്ടാക്കുന്നു എപ്പോഴ്? when strike on a phosphorescent അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. സിങ്ക് സൾഫൈഡ് ഒക്കെ ഒരു ഫോസ്ഫോറസെന്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ടെലിവിഷനിൽ നമ്മൾ പിക്ചർ കാണുന്നത്. ടെലിവിഷനിൽ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്സ് ആണുള്ളത്. അവിടെ നിന്ന് പാർട്ടിക്കിൾസ് ടെലിവിഷന്റെ സ്ക്രീൻ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫോസ്ഫോറസെന്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് കൊണ്ടാണ്. അപ്പൊ അവിടെ വന്ന് പതിക്കുമ്പോൾ അത് വിസിബിൾ ആവുകയും ചെയ്യും. അതാണ് ടെലിവിഷനിൽ അങ്ങനെയാണ് നമ്മൾ ചിത്രങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്ന വഴിയിൽ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഇതൊരു പോസിറ്റീവ് പ്ലേറ്റും ഇവിടെ നിന്നൊരു നെഗറ്റീവ് പ്ലേറ്റും, അതായത് ഇലക്ട്രോഡുകൾ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് എന്താണെന്നോ? ഈ പാർട്ടിക്കിൾസ് ഈ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഈ പാർട്ടിക്കിൾസ് ഒരു പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ് അർത്ഥം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേക്കുന്നത്?
ഒരേപോലെയുള്ള ചാർജുകൾ റിപ്പല് ചെയ്യും. രണ്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അതുപോലെ രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. എന്നാൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടി അടുത്ത് വന്നാലോ ഇതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അല്ലെ? ലൈറ്റ് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് നീങ്ങിയത് കൊണ്ട് ഈ പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്തു. ഇനി അതിന് പകരം അടുത്തതൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഇവര് ബിഹേവ് ചെയ്തു. അതായത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസും ബിഹേവ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസില് അവ ആരെ പോലെ പെരുമാറുന്നു? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ പോലെ പെരുമാറുന്നു. ബിഹേവ് സിമിലർ ടു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുവോ അതുപോലെ ഈ കാഥോഡ് റേ പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിൽ അവ എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈനില് ട്രാവൽ ചെയ്യും. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, absence of electric field and magnetic field, they travel in straight lines. Straight lines അവ ട്രാവൽ ചെയ്തു. അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇനി അടുത്തൊരു കാര്യം ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്തത്, ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസ് ഒന്ന് മാറ്റി പല ഗ്യാസുകൾ ട്രൈ ചെയ്തു. പല ഗ്യാസുകൾ ഉപയോഗിച്ച് ഈ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴും ഈ പാർട്ടിക്കിൾസിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല. അതുപോലെ ഗ്യാസിനെ ചേഞ്ച് ചെയ്തതുപോലെ തന്നെ ഈ ഇലക്ട്രോഡുകളെയും വ്യത്യാസപ്പെടുത്തി കൊടുത്തു. ഏത് ഇലക്ട്രോഡാണോ ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ മാറ്റിക്കൊടുത്തു. മെറ്റീരിയൽ മാറ്റിക്കൊടുത്ത് എക്സ്പെരിമെന്റ് നടത്തി. അപ്പോഴും ഈ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഈ കാഥോഡ് റേസിന് യാതൊരു മാറ്റവും കണ്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഈ കാഥോഡ് റേസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇതിലെ നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ, സോ അഞ്ചാമത്തെ കാര്യം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. ആ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കിട്ടിയ കൺക്ലൂഷൻ എന്തായിരുന്നു? ഈ കണ്ടുപിടിച്ചത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. എല്ലാ ആറ്റത്തിന്റെയും ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് ഇലക്ട്രോൺസ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം കേട്ടോ. കാഥോഡ് റേ കണ്ടുപിടിച്ചതിന് ശേഷം 1897 J.J. തോംസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ E/m റേഷ്യോ, അതായത് ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ചാർജ് ഡിവൈഡഡ് ബൈ മാസ്, E/m റേഷ്യോ ഇലക്ട്രോണിന്റെ കണ്ടുപിടിക്കാനായിട്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വീണ്ടും ഉപയോഗിച്ചത്. അദ്ദേഹം നടത്തിയ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന് ഉപയോഗിച്ച എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഈ കാണുന്നത്. അതായത് ഇവിടം വരെ നമ്മൾ ആദ്യം കണ്ടതാണ്. ഇത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബാണ്, ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. ഇത്രയുമാണ് നമ്മൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ കണ്ടത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ കാഥോഡ് റേസിലെ
ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുകയാണ്. ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ വരച്ചിട്ടുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. സപ്പോസ് എന്റെ ഈ കൈയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. സപ്പോസ് എന്റെ ഈ കൈയാണ് കാഥോഡ് റേസ്, ഈ വിരലുകളാണ് കാഥോഡ് റേസ് എന്ന് വിചാരിക്കുക. ഈ കാഥോഡ് റേസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രി ആംഗിളില് ഞാൻ എന്ത് കൊടുക്കുന്നു? ഇലക്ട്രിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ് പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, സപ്പോസ് ദിസ് റെഡ് പെൻ ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതുപോലെ ഈ കാഥോഡ് റേസിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തു. അപ്പൊ എന്റെ ഈ കൈ വിരലുകള് കാഥോഡ് റേസ് ആണ്. അതുപോലെ ഈ റെഡ് പെൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് ഈ കാഥോഡ് റേസിന് പെർപെൻഡിക്കുലർ അല്ലേ? നോക്കിക്കേ, ശരിയല്ലേ? അതുപോലെ ഈ ബ്ലാക്ക് പെൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അത് കാഥോഡ് റേസിനും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ കാഥോഡ് റേസിലേക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ജെ തോംസൺ കൊടുത്തത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കാഥോഡ് റേസ് എ എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്തു. അതൊരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആയ സിങ്ക് സൾഫൈഡ് വെച്ച് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ പാർട്ടിക്കിൾസ് അവിടെ വന്ന് പതിക്കുമ്പോൾ ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാകും. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ. ഇനി അടുത്തത് അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തു. അപ്പൊ ഈ പാർട്ടിക്കിൾസ് സി എന്ന് പറയുന്ന പോയിന്റില്, ഞാനിവിടെ ബ്ലൂ കളർ കൊണ്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, സി എന്ന് പറയുന്ന പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം പഠിച്ചു, കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തില്ല എങ്കിൽ അവ സ്ട്രെയിറ്റ് ലൈനില് ട്രാവൽ ചെയ്യും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തില്ലെങ്കിൽ അവ എവിടെ വന്ന് നിൽക്കും? ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് നിൽക്കും. ശരിയല്ല? അവിടെയാണ് ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കത്തക്ക രീതിയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതായത് ആ സ്ട്രെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് ഫീൽഡും അപ്ലൈ ചെയ്തു. പക്ഷെ ആ സ്ട്രെങ്ത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കാഥോഡ് റേസ് കറക്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് ജെ തോംസൺ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി, അതായത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയിൽ നിന്ന് ഒരു ഡീവിയേഷൻ, ഒരു മാറ്റം ഉണ്ടായി അല്ലെ? അപ്പൊ ഈ മാറ്റം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ, കാഥോഡ് റേസിനുണ്ടായ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളെയാണ്? ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഓഫ് ദി പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ പാർട്ടിക്കിൾസിന് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് എങ്കിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ? അതാണ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓഫ് ദി പാർട്ടിക്കിൾസ്. ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതിനേക്കാൾ ഡിഫ്ലക്ഷൻ 2 നെഗറ്റീവ് ചാർജ് ഉള്ളത് കാണിക്കും. ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യം, ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഓഫ് പാർട്ടിക്കിൾസ്. രണ്ടാമത്തെ കാര്യം, മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഈ അപ്പൂപ്പൻ താടികളെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൂപ്പൻ താടിയൊക്കെ വെറുതെ നമ്മളൊന്ന് ശ്വാസം വിട്ടാൽ മതി, പറന്ന് പോകും അല്ലേ? അപ്പൊ അതിന്റെ മാസ് വളരെ കുറവാണ്. എന്നാൽ ഒരു കല്ല് ഊതിയ പറന്നു പോകുമോ? ഇല്ല. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ മാസ് കുറവാണ് എങ്കിൽ, ലൈറ്റർ പാർട്ടിക്കിൾ ആണ് എങ്കിൽ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ ആയിരിക്കും, കൂടുതൽ അകന്നു പോകും അല്ലെ? ശരിയല്ലേ? അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
നമ്മൾ ഈ പാർട്ടിക്കിളിനെ വിട്ടു നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത്, അതായത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, എന്തുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോഴും എന്തുണ്ടാകും? ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷനെ ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇതിനകത്തുള്ള ഈ ഇലക്ട്രോഡുകൾ മാറ്റി പല മെറ്റീരിയലിന്റെ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്തു. അതുപോലെ ഇതിനകത്തുള്ള ഗ്യാസസും അദ്ദേഹം ചേഞ്ച് ചെയ്തു. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ഇതിനുണ്ടാകുന്ന ഈ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്തു. അതുപോലെ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എല്ലാം വെച്ച് അദ്ദേഹം E/m റേഷ്യോ കണ്ടുപിടിച്ചു. അങ്ങനെ പല എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോഴും അദ്ദേഹം കണ്ട E/m റേഷ്യോ, അതായത് ചാർജ് ടു മാസ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് that is equal to 1.758820 into 10⁻11 കൂളോം പെർ കിലോഗ്രാം. അതായത് മാസ് കിലോഗ്രാമിലാണ് എടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിന്റെ ഇലക്ട്രിക്കൽ ചാർജ് കൂളോം, യൂണിറ്റ് കൂളോം ആണ്. 1897 തോംസൺ E/m റേഷ്യോ കണ്ടുപിടിച്ചു. അതിനുശേഷം മില്ലിഗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1906നും 14നും ഇടയ്ക്ക് ഈ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ചാർജ് ഓൺ ഇലക്ട്രോൺ. ആ എക്സ്പെരിമെന്റ് ആണ് മില്ലിഗൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഡിവൈസ് ചെയ്ത അപ്പാരറ്റസ് ആണ് മില്ലിഗൺസ് ഓയിൽ ഡ്രോപ്പ് അപ്പാരറ്റസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു അറ്റോമൈസർ ആണ്. ഇതിനകത്താണ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടി ഓയിൽ ഇങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്യും. അപ്പോൾ ഓയിൽ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ ഫൈൻ ഡ്രോപ്ലെറ്റ്സ്, നമ്മളൊക്കെ ഈ സ്പ്രേയർ വെച്ചിട്ട് സ്പ്രേ ചെയ്യില്ലേ, അതുപോലെ സ്പ്രേ ചെയ്യുമ്പോൾ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, അതുപോലെ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇവിടെ വന്ന് പതിക്കും. ഇത് രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് ആണ്. ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട്. ഈ ചെറിയ ഹോളിൽ കൂടി ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിന് താഴേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് ആണ് ഇത്. ഇതൊരു ടെലസ്കോപ്പ് ആണ്, കാരണം ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ മൂവ്മെന്റ് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി അവിടെ നിന്ന് ഒരു എക്സ്റേ സോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് പ്ലേറ്റിന്റെയും ഇടയിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പൊ ഈ എക്സ്റേ ഈ എയറിലേക്ക് വന്ന് പതിക്കുമ്പോൾ എയറിലെ ആറ്റംസ് ഉണ്ട്. അപ്പൊ ചിലപ്പോ 1-2 ആറ്റംസ് ഒക്കെ അയണൈസ് ചെയ്തേക്കാം. അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സോഡിയം അയണൈസ് ചെയ്താൽ എന്തായിട്ട് മാറും? Na++1 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ പുറത്തേക്ക് വന്ന എന്താണ്? ഒരു ഇലക്ട്രോൺ. ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ എയറിലുള്ള ആറ്റംസ്, എയറില് വേറെ ഒരുപാട് എലമെന്റ്സ് ഉണ്ടല്ലേ, അപ്പൊ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ആറ്റംസ് ഒക്കെ അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്ത് അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പൊ ഈ ഇലക്ട്രോൺസിനെ ആര് പിടിച്ചെടുക്കും? ഈ ടൈനി ഹോളിൽ കൂടി താഴേക്ക് വരുന്ന ഈ ഓയിൽ ഡ്രോപ്സ് പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന് എന്ത് ചാർജ് ആകും? നെഗറ്റീവ് ചാർജ് ആകും. നെഗറ്റീവ് ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. താഴേക്കുള്ള ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ. ഏത് വസ്തുവും താഴേക്ക് മൂവ് ചെയ്യുന്ന ഏത് വസ്തുവിനുമുള്ള ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് കൂടാതെ അവിടെ 2 ചാർജ്ഡ് പ്ലേറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടി ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് അവിടെയുണ്ട്. ഇനി മൂന്നാമത്തത് ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്. ആ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്, താഴേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ 3 ഫോഴ്സും ഈ ഓയിൽ ഡ്രോപ്ലെറ്റില് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓയിൽ ഡ്രോപ്ലെറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും? ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. അതാണ് ഈ ബ്ലൂ കളർ വെച്ച് കാണിച്ചിരിക്കുന്നത്. ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. ഇനി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഇലക്ട്രിക് പ്ലേറ്റിന്റെ ചാർജ്, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒന്ന് ബാലൻസ് ചെയ്ത് ഈ ഓയിൽ ഡ്രോപ്പിനെ സ്റ്റേഷനറി ആക്കി നിർത്തി. നമ്മൾ ആദ്യം തോംസന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടില്ലേ? അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ബാലൻസ് ചെയ്തപ്പോൾ അവ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ച് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. അതുപോലെ ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആ ഇലക്ട്രിക് ഫീൽഡും ഒന്ന് അതിന്റെ സ്ട്രെങ്ത് ഒന്ന് ബാലൻസ് ചെയ്തപ്പോൾ ഇത് സ്റ്റേഷനറി ആയി. ഇനി ഇതിനകത്ത് നിന്ന് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ചാർജും അല്ലെങ്കിൽ സ്ട്രെങ്തും ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ മാസും അറിയാമെങ്കിൽ നമുക്ക് ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ചാർജ് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെ ചാർജ് അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് മിക്ക ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെയും ചാർജ് എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ആ നമ്പർ ഇതാണ്, 1 - 1.6 into 10⁻⁻19 കൂളോം. ഈ നമ്പറിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു ഓയിൽ ഡ്രോപ്ലെറ്റിൽ ചിലപ്പോൾ ഒരു പാർട്ടിക്കിൾ അല്ലായിരിക്കും, ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പൊ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? അപ്പൊ ചിലപ്പം അത് ഇതിന്റെ 3 ടൈംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ 4 ടൈംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ 10 ടൈംസ് ആയിരിക്കും. എന്തായാലും ഈ നമ്പറിനെ ഇന്റിജേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെ ചാർജ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് Q is the magnitude of the charge on the oil droplet. Magnitude of the charge on oil droplet is equal to NE ആണെന്ന് കണ്ടെടുത്തു. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, അത് ഈ വാല്യൂ ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ചാർജ് ആണ് അതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് -1.6022 into 10⁻⁻19 കൂളം. ഇതാണ് മൈനസ് കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ ചാർജ്. ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ -1.6022 into 10⁻⁻19 കൂളം. ഇതാണ് ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഈ N എന്ന് പറയുന്നത് ഏതാണ്? N is equal to 1, 2, 3, 4 ഏത് വേണമെങ്കിലും ആകാം. കാരണം ഒരു ഓയിൽ ഡ്രോപ്ലെറ്റില് ഒരുപാട് ഇലക്ട്രോൺസ് ചിലപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കാം, അല്ലെ? അപ്പൊ Nന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര ആകാം. ഓക്കെ, ഇനി J.J. തോംസൺ E/m റേഷ്യോ കണ്ടുപിടിച്ചു. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് 1.75820 into 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. അതുപോലെ മില്ലിഗൺ ചാർജ് ഓഫ് ദി ഇലക്ട്രോണും കണ്ടുപിടിച്ചു. ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 1.6022 into 10⁻⁻19 കൂളോം. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് ചാർജ് ഓൺ ദി ഇലക്ട്രോൺ -C എന്നാണ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ മാസ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിക്കാം, അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് ദി ഇലക്ട്രോൺ E is equal to എന്ത് ചെയ്താൽ മതി? E divided by E/m. ചെയ്താൽ പോരെ? ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും? മാസ് ഓഫ് ദി ഇലക്ട്രോണിന്റെ ചാർജ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും? മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആയിരിക്കും കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6022 into 10⁻⁻19 കൂളോം ഡിവൈഡഡ് ബൈ ഈ വാല്യൂ 1.75820 into 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ കൂളം ക്യാൻസൽ ചെയ്ത് പോകും, കിലോഗ്രാം മുകളിൽ വരും. അങ്ങനെ ഇതിന്റെ വാല്യൂ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ, 9.1094 into 10⁻⁻31 കിലോഗ്രാം. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിന്റെ മാസ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രോണിന്റെ ചാർജും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടു, കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് കണ്ടു, അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജ്, മാസ് എന്നിവ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൂ, എഴുതി പഠിക്കുക.
വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്? 4-5 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതെല്ലാം എഴുതുക, പഠിക്കുക. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ കാഥോഡ് റേ ഡിസ്ചാർജ് ടു എക്സ്പെരിമെന്റ്. തേർഡ് വൺ, ഹൗ ഈസ് E/M ratio of electron is determined by J.J. Thomson. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.